പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു 7 വാചകം പറഞ്ഞു തരാം. ഈ പറയുന്ന 7 വാചകങ്ങൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഞാൻ പറയുന്ന ഒരു 7 വാചകങ്ങൾ കാണാതെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളുടെ സഹോദരങ്ങളെ, 7 വാചകങ്ങൾ കാണാതെ പഠിക്കുകയും പഠിച്ചാൽ മാത്രം പോരാ, അത് പറയേണ്ട സമയത്ത് പറയണം. ഉസ്താദന്മാർക്ക് ഇത്തിരി ചായ കൊടുപ്പ. ഈ 7 വാചകങ്ങൾ പഠിക്കുകയും വേണം, ജീവിതത്തിൽ ചെയ്യുകയും വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ ബഹുമാനിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം. നോക്കുമ്പോൾ 2 നില വീട്, 1 കോടി രൂപയുടെ വീട്, കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, സഞ്ചരിക്കാൻ ബെൻസ് കാറ്, ജോലി ചെയ്യാൻ 3, 4 വേലക്കാരിമാർ, അല്ലേ? സുന്ദരിയായ ഭാര്യ, മക്കളുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലൊന്നും അല്ല സമാധാനം ഇരിക്കണം. ഓൻ ടെൻഷനില്ല, ഓന് സമാധാനമില്ല, ടെൻഷനില്ല. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവൻ്റെ ജീവിതം നരകവ, നാശവ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം വേണോ? സമാധാനം വേണോ? പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞു തരട്ടെ. പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞു തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാൽ മതി. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹദീസിലുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഏത്? ലാ ഹൗല. ലാ ഹൗല തഴവുസ്താദിൻ്റെ ബൈത്ത് തന്നെ ഉണ്ടല്ലേ സാർ? ലേഖ്യം, ലാ ഹൗല ലേഖ്യം കഴിക്കണമെന്നാ. അപ്പം ഈ ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ പറഞ്ഞാൽ അത് പറഞ്ഞാൽ പിന്നെ എൻ്റെ മതം ഈ ദിക്ർ പറഞ്ഞിട്ടാ ഒരു ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായത്. ഒരു സഹാബിയുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. ഈ ദിക്ർ പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ അംബാനിയായ ഒരു സഹാബിയുടെ ചരിത്രം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ അത് പറയണില്ല, അങ്ങോട്ട് പോണില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം 2, സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തുതരും. അതാ, കടലിൻ്റെ നുരകളോളം നീ ജീവിതത്തിൽ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു നിന്റെ പാപം പുറത്തു തരും. ഈ 7 വാചകങ്ങൾ പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുത്തെ ഈ ദുനിയാവിൽ ഇബാദത്തിൻ്റെ മാധുര്യം, അതിനൊരു രസമുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ലഹരി. അതുകൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ, ഒരു മഹാൻ മരിക്കുന്ന സമയത്ത് കരയുക. ഇപ്പൊ ചോദിച്ചാൽ എന്തിനാ കരയണേ? മരിക്കാനുള്ള പേടിയുണ്ടാ? അല്ല. മരിക്കാനുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ കരയണ? അല്ല. നിസ്കരിക്കുമ്പോ കിട്ടിയിരുന്നൊരു സുഖമുണ്ടല്ലോ, ഇനി അത് കിട്ടില്ല. മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ സഹാബിയ, അവിടുന്ന് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുക. താഴെ നിൽക്കുന്നത് മുഴുവനും ഹുബൈബിന്റെ ചങ്ങാതിമാരാ, കൂട്ടുകാരാ, കൂടെ നടന്നവരാ. അവര് ചോദിച്ചു, എടാ ഹുബൈബ്, ചെറിയ പ്രായവാടാ, പെണ്ണുപോലും കെട്ടിയിട്ടില്ലടാ, ചാവണോ? നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, ചെറിയ പ്രായക്കാരനാണ്, ഈ സമയത്ത് നിനക്കും മരിക്കണോ ഹുബൈബ്? മുഹമ്മദിനിടെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് നീ വാടാ ഹുബൈബ്, വാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവർ ചോദിച്ചു, എങ്കിൽ മുഹമ്മദിനെ ഒരു ചീത്ത വിളിച്ചാൽ മതി, മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ വെറുതെ വിട്ടേക്കാം. ഹുബൈബ് നിങ്ങൾ തയ്യാറായില്ല. അവസാനം കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോന്ന്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം തന്നാൽ മതി. അവസാനത്തെ ആഗ്രഹം 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിന് അവിടുന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തപ്പോൾ കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പടച്ചവനെ അവിടുന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. 2 ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് അവിടുന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, പടച്ചവനെ, എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. റബ്ബേ, ഇന്ന് ചെറുത് ഓതിയിട്ട് എളുപ്പം നിസ്കരിച്ചത്. അല്ലാഹുവേ, എനിക്ക് പടച്ചവനെ ആഗ്രഹമില്ല എന്നിട്ടല്ല, വലിയ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചുരുക്കാൻ കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്റെ നിസ്കാരം നീണ്ടുപോയ ഇവന്മാര് വിചാരിക്കും പേടിച്ചിട്ട് കിടന്ന് ഇബാദത്ത് ചെയ്യുന്നെന്നും. അല്ല, എനിക്ക് പേടിയില്ല. അല്ല, പടച്ചോനെ, നിസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്തുകൾ ഓതി അതിൻ്റെ അനുഭൂതി, അല്ലാഹ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗം,
അള്ളാഹുവേ ഇനി ഇതില്ലല്ലോ, ആ ഓർത്തിട്ട മഹാനവറുകൾ കരഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് കുൽഹു അല്ലാഹ് ഇന്നഅതൈനി എല്ലാ ദിവസവും ഓതിയ അത് തന്നെ മതി. അൽഹംദുലില്ലാ. മുസമ്മിൽ ഉസ്താദൊക്കെ വലുത് ഓതുമ്പോൾ ചിലർക്കൊക്കെ ചുമ വരാത്ത അവസ്ഥ. നമ്മൾ പുറകിൽ നിന്ന് ചുമയ്ക്ക് അയച്ചങ്ങാതി എന്തപ്പ വല്ല വല്ലുഹൊക്കെ ഓതിക്കൂടെ എന്ന്. ഇതാ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇവിടുത്തെ കാര്യമില്ലപ്പാ, ഉദാഹരണം പറയുമ്പോൾ മുസമ്മിലിനല്ലേ പറയാൻ പറ്റും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പല പള്ളികളിലും ചുമകളൊക്കെ കേൾക്കാം ഉസ്താദന്മാർ. പിന്നെ ആഗ്രഹിക്കും സുബഹിക്ക് വലിയ സൂറത്ത് ഓതിയാൽ മതി, കാരണം ഉറങ്ങാൻ നിന്ന് സുഖമായിട്ട് അല്ലേ. സുബഹിക്ക് വലിയ സൂറത്ത് ഉസ്താദ് വെള്ളിയാഴ്ച ദിവസമൊക്കെ സജദയാവോ തന്നെ പഠിച്ചതെന്ന് കണ്ടു നോക്കണം. ഉസ്താദ് ഈ സജദൊക്കെ ഓതിയിട്ട് സഹവിന്റെ സുജൂദ് കൊണ്ട് ചെയ്യാൻ പോവാ പല പറയത്തില്ല. റുക്കോയിൽ തന്നെ നിൽക്കുക, നേരെ പോയിട്ട് എഴുന്നേറ്റ് ഇത് ഏത് നിസ്കാരം ഒന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഈ പറഞ്ഞ 7 ദിക്റുകൾ പറഞ്ഞാൽ ഇബാദത്തിന്റെ മാധുര്യം അള്ളാഹു നമുക്ക് രുചിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവൻ രക്ഷപ്പെടും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു ഹൈറായ മരണം അതല്ലേ വേണ്ടേ? എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ? എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ? ഇല്ല ഉസ്താദെ, തഴമ്പുണ്ട്, താടിയുണ്ട്, പള്ളിയിലെ ഉസ്താദാണ്, പള്ളിയുടെ പ്രസിഡന്റാണ്, പ്രഭാഷകനാണ്, ഹാഫിളാണ്, ആലിമാണ്, കഴിയും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഖുർആൻ വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെക്കാളും വലിയ കൊലകൊമ്പനായിരുന്നു ആര്? ഇബ്ലീസ്. എന്ത് പറ്റി? ജിബ്രീൽ അലൈഹിസ്സലാം പാതിരാത്രി റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോൾ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പോയി നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കരയാ. പടച്ചോനെ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. അവിടെ നിന്ന് ഇങ്ങനെ കരയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എത്ര ജിബ്രീൽ, നീ എന്തിനാ കരയണ? നീയല്ല ഈ മലക്കുകൾ വഹിയായിട്ട് വരുന്ന ചങ്ങാതി. എല്ലാ പ്രവാചകന്മാർക്കും വഹിയുമായിട്ട് കടന്നു വരുന്ന നീയല്ലേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അപ്പോഴാ ചോദിച്ചത്, ഞങ്ങളുടെ ഉസ്താദായി ഇബ്ലീസ്, ഓന്റെ ഗതി എന്താന്ന് കണ്ടില്ലേ? ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു അസാസിൽ, അവന്റെ അവസ്ഥ കണ്ടില്ലേ? പിന്നെ എങ്ങനെ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 7 വാചകങ്ങൾ പറഞ്ഞു തരാം, പഠിച്ചോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പോരാ. 1, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത്? അപ്പൊ കാണാതെ പഠിക്കേണ്ട 7 വാചകത്തിൽ 1-ാമത്തെ വാചകം ഏതാ? ഇതെപ്പോഴാ ഉപയോഗിക്കേണ്ടേ? സ്കരിക്കുമ്പോഴാ. പിന്നെ ഏത് നല്ല കാര്യം ചെയ്യാൻ, ഏത് കാര്യം ചെയ്യുമ്പോഴല്ല. കള്ളു കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് പഠിക്കുന്നവരുണ്ടല്ലോ, അതല്ലപ്പാ വർക്കത്തില്ലേ. പണ്ടാരോ ഒരാൾ പറയുന്നുണ്ട്, കള്ള് ഷാപ്പി പോയിരുന്നിട്ട് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഞണ്ടിന്റെ ഇറച്ചി ഞണ്ട് കൊണ്ടുവച്ചോ, ഇതങ്ങ് കറാഹത്താണ്. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞണ്ടോ അതുപോലെ തന്നെ മറ്റേ കക്കയോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഓൻ പറയേ ഇത് വേണ്ട, കറാഹത്താ നിങ്ങൾക്ക്. അപ്പൊ കുടിക്കണത് എന്താ? അതുപോലെ അങ്ങനല്ല, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ 1-ാമത്തെ കാര്യം എന്താ? 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാമത്തെ കാര്യം, എന്ത് കാര്യത്തിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. എന്ത് പറയണം? അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ എന്തു പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്ത് പറയണം? മോശമായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഒരു മോശമായ കാര്യം കേൾക്കുക, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലേ, തെറ്റുകൾ കാണുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ 3-ാമതായി പഠിക്കേണ്ട വാചകം അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പറചങ്ങായിമാരെ, 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ കാര്യം, പിന്നീട് ഒരു കാര്യം ചെയ്യാം, നാളെ കാണാം, നാളെ തരാം, നാളെ പറയാം, നാളെ വരാം. അപ്പൊ എന്തു പറയണം? അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ? അല്ല, നാളത്തേക്ക് ഒരു ഇൻഷാ അല്ലാഹ് പറയാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു ഇൻഷാ അല്ലാഹ് പറയാനൊരവസരത്തിൽ മുത്തുനബി വിട്ടുപോയപ്പോൾ വഹി വരെ കുറേ നാൾ നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ന ഒരു വാക്കിന് വലിയ വിലയാ, വലിയ മഹത്വ. ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ. അത് പറയാതെ വരുമ്പോൾ
അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ കാര്യം, വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ, അല്ലാഹുവേ കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പരസ്യമായി പലിശ കൊടുക്കുന്നു, വൃത്തികേടുകൾ, മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നീ അവിടെന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നീ കാവല് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. പരസ്യമായിരുന്ന മുസ്ലിമീങ്ങൾ കള്ളുകുടിക്കുകയാണ്, അല്ലെങ്കിൽ വ്യഭിചരിക്കുകയാണ്. പടച്ചവനെ, മുസ്ലിം താടിയുള്ള ഹാജിയാര് തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആറാമത്തെ കാര്യം എന്താ? പടച്ചവനെ, മുസീബത്തുണ്ടായാൽ, എന്തെങ്കിലും മരണം കേട്ടാൽ, അപകടങ്ങൾ കേട്ടാൽ, ദുരന്തങ്ങൾ കേട്ടാൽ, ദുഃഖവാർത്തകൾ കേട്ടാൽ, എന്തിന് കരണ്ട് പോയാൽ, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കരണ്ട് പോയാ, വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കും നനഞ്ഞു പോയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളിതാകെ പറയണത് എപ്പോഴാ? മരണം. പള്ളിയിൽ നിന്ന് കേൾക്കാം ഇന്നാ ലില്ലാഹി, ആരോ തീർന്നു, അത്ര തന്നെ. നമുക്കാകെ എങ്കിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണഞ്ഞ, എന്റെ വീട്ടിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഉസ്താദിന്റെ വീട്ടിൽ ചായ കൊണ്ടുവച്ച ഗ്ലാസ് ഒന്ന് താഴെ വീണപ്പോ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളോ? അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസീബത്തല്ലേ ഒരു ഗ്ലാസ് താഴെ വീണ്, കയ്യിലിരുന്ന ഫോൺ താഴെ വന്ന് വീണ്, മുസീബത്തല്ലേ? എന്തൊരു വിപത്തുണ്ടായി അപ്പ പറയണം ഇന്നാ ലില്ലാഹി. ഏഴാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അക്സിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നീ പഠിക്കണേ, അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 7 വാചകങ്ങൾ മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇൻഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറത്തും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, അല്ലാഹു തന്ന നാവ് ദിക്ർ പറയുന്ന നാമാണോ, ദിക്ർ പറയുന്നതാണോ നിന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 63 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മുത്തുനബി ഉണ്ടല്ലോ, മുത്തുനബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുമായി, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് വന്ന് ഓതി കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകിപ്പോയി. ചരിത്രം പറയുകയാ, പിന്നീട് പ്രവാചകന് 2-3 പ്രാവശ്യം മാത്രമേ, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം 2-3 പ്രാവശ്യം മാത്രമേ പിന്നെ പ്രവാചകൻ മരിക്കുവോളം ചിരിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്നു 2-3 പ്രാവശ്യം
പിന്നെ അത്രേ ചിരിച്ചിട്ടുള്ളൂ. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ പ്രവാചകൻ അമിതമല്ല, പ്രവാചകന്റെ പുഞ്ചിരിയല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഇത് പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളം വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ സമയമായി ഒരുങ്ങിക്കോ, നബിയെ സമയമായി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. സമയമായി ഇസ്തിഗ്ഫാർ ദിക്റുകളൊക്കെ തുടങ്ങിക്കോ, തൗബ ചെയ്തോ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ പ്രവാചകൻ ചിരിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളങ്ങൾ അങ്ങനെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മരണം അടുത്തു വന്നപ്പോൾ പലർക്കും അറിയാൻ കഴിഞ്ഞു. സഹാബികളൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനാണല്ലോ സ്നേഹം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി പിടിച്ച് കിടക്കുന്നു. കാണാൻ പോയി അബൂബക്കർ തങ്ങൾ. വീട്ടിൽ വന്നപ്പോൾ അബൂബക്കർ തങ്ങളും കിടപ്പില്ല, പനിയായി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തു വരുന്ന രംഗം ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമുള്ള സ്വഹാബിയാണ്. അബൂബക്കർ തങ്ങൾ ജീവിച്ചിരുന്നത് മുത്തുനബിക്ക് വേണ്ടിയാണ്. ആ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, റഅയ്തുൽ ബാരിഹ. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, വെളുപ്പാങ്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ? ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? സഹാബത്ത് കണ്ടവര് പറയും. പ്രവാചകൻ കണ്ട സ്വപ്നം സഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ സ്വപ്നം കാണാറുണ്ടോപ്പാ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും മോശമായ സ്വപ്നങ്ങൾ ഹദീസിലുണ്ട്. പഴയ ആൾക്കാരൊക്കെ പറയും, മോശമായ സ്വപ്നം കണ്ടാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണമെന്ന്. ഇല്ലേ, പറയാറുണ്ടാ? പഴയ ആൾക്കാര് ചിരിക്കൊന്നും വേണ്ട. ഞാൻ ഈ അടുത്ത് ഹദീസിൽ കണ്ടതാ. മഹാനായ പ്രവാചകൻ ചുമ്മാതല്ല, മോശമായ എന്തെങ്കിലും ഭയാനകമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അത് ശൈത്താന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ 3 പ്രാവശ്യം തുപ്പണമെന്ന ഹദീസ് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊന്നും വെറുതെ ഇല്ല. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് പറയാൻ പാടില്ല എന്ന്. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ഉസ്താദന്മാരുടെ അടുക്കൽ വന്നിട്ട് അതിൻ്റെ എന്താണത്, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാം. എന്താണെന്ന് ചോദിക്കാൻ, അല്ലാതെ പറഞ്ഞുകൊണ്ട് കിടക്കരുതെന്ന സ്വപ്നങ്ങൾ. സ്വപ്നം എന്ന് പറഞ്ഞാൽ അതല്ലേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാൽ പറയാൻ പാടില്ല എന്ന്, പറഞ്ഞുകൊടുക്കാൻ പാടില്ല എന്ന്. അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലപ്പാവുണ്ടല്ലോ, അത് താഴെ വീഴുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ താഴെ വീണ തലപ്പാവ് അല്ലാഹുവേ അബൂബക്കർ തങ്ങൾ തന്റെ കൈ കൊണ്ടെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താഴെ വീണ തലപ്പാവ് തന്റെ കൈ കൊണ്ടെടുത്ത് അതിൽ നിന്ന് ചുംബിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഈ കണ്ട സ്വപ്നം എന്ന് പറയുമ്പോ ഇതിന്റെ എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥമെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന, അബൂബക്കറേ, ഇതെന്റെ മരണമെടുത്തതിന്റെ അടയാളമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തതിന്റെ അടയാളമാണ്. തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ തങ്ങൾ അത് എടുത്ത് ചുംബിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അത് മരണത്തിന്റെ അടയാളമാ. രണ്ടാമതായി കടന്നു വരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട നബിയേ,
മോതിരത്തിന്റെ കല്ല് താഴെ വീഴുന്നതായി, മോതിരത്തിന്റെ കല്ല് താഴെ വീഴുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഉമറേ, എല്ലാ പ്രവാചകന്മാരും മോതിരമാണ്, എല്ലാ പ്രവാചകന്മാരും മോതിരമാണ്. ആ മോതിരത്തിന്റെ മുകളിലിരിക്കുന്ന കല്ല് ഞാനാ. അത് താഴെ വീഴുന്നതായി കണ്ട അത് വഫാത്തിന്റെ അടയാളമാ. പടച്ചവനെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാ? 63 വയസ്സുകാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, 63 വയസ്സെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ യുവത്വമാണ്. നമ്മളെ പോലെയല്ല. 63 വയസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത ആരോഗ്യവാനായിരുന്നു. പ്രവാചകന് വലിയ ആരോഗ്യമുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ 20 രോമമേ നരച്ചിട്ടുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ 20 മുടികൾ നരച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഒരിക്കലും സ്വഹാബികൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് സ്വഹാബത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ സമയത്താണ് ഉമർ തങ്ങളോട് പറയുന്ന, ഉമറേ, എന്റെ വഫാത്തെടുത്തതിന്റെ അടയാളമാ. മൂന്നാമത് വരുന്നതാരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇന്ന മുസ്ഹഫ യകൂനു ഫീ ഹിജ്രിഹി. അതാ അവിടെന്ന് പറയുന്നു, ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു കാറ്റടിച്ചു. ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്ന നബിയേ. അല്ലാഹുവിന്റെ ഖുർആനിനെ വല്ലാതെ സ്നേഹിച്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നെഞ്ചത്ത് ഖുർആൻ പിടിച്ചുകൊണ്ട് സയ്യിദായ സ്വഹാബിയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളാ പറയുന്നത്, ഒരു കാറ്റടിച്ചപ്പോ ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്നതായി ഞാൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു നബിയേ. അതിന്റെ അർത്ഥമെന്ത് നബിയേ? അതിന്റെ അർത്ഥമെന്ത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഹി നിലച്ചു പോകുന്നതിന്റെ അടയാളമാ, എന്റെ വഫാത്തിന്റെ അടയാളമാ, വഹി അവസാനിക്കാൻ പോകുന്നതിന്റെ അടയാളമാ. അതാ കടന്നു വരുന്നു മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ ഒരു സ്വപ്നം കണ്ട നബിയേ. എന്റെ സ്വപ്നം എന്നറിയുമോ? എന്റെ പരിചയുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, അതാ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന ഒരു പടയങ്കിയുണ്ട്, വെട്ടുകൊള്ളാതിരിക്കാൻ, അമ്പ് കൊള്ളാതിരിക്കാൻ. അതാ ധരിച്ചിരുന്ന ഒരു പടയങ്കിയുണ്ട്, അത് താഴെ വീഴുന്നതായ സ്വപ്നം കണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ, നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ് അലിയേ, നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ്. അലിയാര് തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ചവനെ, അവിടത്തെ പടയെങ്കിൽ താഴെ വീഴുന്നതായി കണ്ടോ? അതെന്റെ വഫാത്തിന്റെ അടയാളമാ. ഓരോ സ്വഹാബികളും സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മകനാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നൽ ഖമറ യുർഫഉ മിനൽ അർളി. അവിടെന്ന് പറയുന്ന, ഭൂമിയിൽ നിന്ന് ഒരു വലിയ ചന്ദ്രനുണ്ടല്ലോ, ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്ദ്രൻ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതായി ഞാൻ സ്വപ്നം കണ്ടു നബിയേ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാ, അബ്ബാസേ, അതെന്റെ വഫാത്തിന്റെ അടയാളമാ. പല സ്വഹാബാക്കൾക്കും അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. വഫാത്തിന് മുമ്പേ
പ്രവാചകന് പലരോടും സൂചന കൊടുത്തിരുന്നു. മറക്കാൻ കഴിയാത്ത ഒരു സൂചനയാണ് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ച മുആദ് തങ്ങൾക്ക് പ്രവാചകനോട് വലിയ സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാത്ത സ്നേഹമായിരുന്നു. യമനിന്റെ ഗവർണറായി മുആദ് റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടുന്ന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹദാ. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ അവിടുത്തെ വാഹനത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. മുആദ് തങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിന്റെ താഴെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുതിരയുടെ കൂടെ നടന്നു പോവുകയാ. അത് വല്ലാത്ത ഒരു രംഗമാണ്, ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. അതാ മുആദ് റളിയല്ലാഹു തആല അൻഹു അതാ ഒട്ടകത്തിന്റെ മുകളില് നബി അതാ താഴെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വല്ലാതെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്ന് പോകാ സമയമാകുമ്പോ, അവിടുന്ന് പിരിയാ സമയമാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്നു, മുആദ് ഇനി തിരിച്ചു വരുമ്പോ, ഇനി ഒരു വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് മുആദ് തങ്ങൾ തിരിച്ചു വരുന്നത്. ഒരു നാടിന്റെ ഗവർണറായിട്ട് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, മുആദേ ഇനി നീ തിരിച്ചു വരുമ്പോ എന്നെ കാണണമെന്നില്ല. എന്റെ ഖബറിന്റെ ചാരത്തുകൂടെ, എന്റെ പള്ളിയുടെയും ഖബറിന്റെ ചാരത്തുകൂടെ നീ നടന്നു പോകാം മുആദേ. അല്ലാഹുവിന്റെ റസൂലങ്ങ് പറയുമ്പോ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. ഇനി തിരിച്ചു വരുമ്പോ ചിലപ്പോ നീ എന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പറച്ചിൽ കേട്ടപ്പോ മുആദ് തങ്ങളുടെ നെഞ്ച് പിടയുകയാ. മുത്തുനബിയുടെ വഫാത്തോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോ അവിടുന്ന് സഹിക്കാൻ കഴിയുന്നില്ല. വല്ലാതെ തേങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ കരയുമ്പോ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു കൊടുത്തു, മുആദേ ഇന്ന ഔലന്നാസി ബി ഇല്ലൽ മുത്തഖൂൻ. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? നാളെ പ്രവാചകരോട് ഏറ്റവും അടുത്തവരാരെന്നറിയുമോ? മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാരെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ തയ്യാറായിക്കോ, തയ്യാറായിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിലെ ഓരോ വ്യക്തികളും അവിടുന്ന് സ്വപ്നം കണ്ടു. അതിന്റെ വിവക്ഷ പറഞ്ഞപ്പോ തന്നെ പലരും കരയാൻ തുടങ്ങി. അവർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു. കാരണം അവര് പ്രവാചകനെ സ്നേഹിച്ചത് അത്രയ്ക്കും വലുതായിട്ടാണ്. അവരുടെ ഉപ്പയേക്കാൾ, അവരുടെ ഉമ്മയേക്കാൾ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരികയാണ്. അബൂ ഹുറൈറ തങ്ങളുടെ മുഖം വല്ലാത്ത പ്രയാസത്തിലാ. പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗം കണ്ടിട്ട് അവിടുന്ന് ചോദിക്കുന്നു, അബൂ ഹുറൈറ എന്തേ നിനക്ക് പറ്റിയത്, എന്തേ നിനക്ക് പറ്റിയത്? അബൂ ഹുറൈറ തങ്ങളെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത വിളിക്കുന്നു നബിയേ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല. എന്നും ഉമ്മാനെ ഉപദേശിക്കും, മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് പറയുന്ന സമയത്തല്ല ഉമ്മ
മുത്തുനബിയെ മോശമായി പറയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മോശമായിട്ട് പറയുകയാ. സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വന്തം ഉമ്മ മോശമായിട്ട് പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പള്ളിയുടെ മൂലയിൽ വന്നിരുന്നിട്ട് കരയുകയാണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എന്റെ ഉമ്മയല്ലേ നബിയേ, അങ്ങയെ കുറിച്ച് മോശമായി പറയുന്നത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാന് ഹിദായത്ത് കിട്ടാ ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ തങ്ങളവിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റസൂലുള്ളാഹി ദുആ ചെയ്തു, റസൂലുള്ളാഹി ദുആ ചെയ്തു. അബൂ ഹുറൈറ ഓടുകയാണ്, മുത്തുനബിയല്ലേ ദുആ ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലല്ലേ ദുആ ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് കുളിച്ചൊരുങ്ങുകയാണ്. റബ്ബേ, മുത്തുനബിയെ ചീത്ത വിളിച്ച അബൂ ഹുറൈറയുടെ ഉമ്മ, മുത്തുനബിയെ മോശമായി പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ അവിടുന്ന് പരിശുദ്ധമായ ദീനിന്റെ കൊടികീഴിലേക്ക് അവിടുന്ന് കടന്നു വന്നു എന്ന ചരിത്രം പറയുമ്പോ സ്വന്തം ഉമ്മ പോലും മുത്തുനബിയെ മോശമായി പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാത്ത സഹാബത്ത് മറക്കാൻ കഴിയോ? റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ സ്വന്തം പിതാവിന്റെ തലയെടുത്ത മക്കളുടെ ചരിത്രം നമുക്കറിയില്ലോ. എങ്ങനെയായിരിക്കും അവര് റസൂലുള്ളാഹിയുടെ വഫാത്ത് കേട്ടത്? മുത്തുനബി അവരോട് യാത്ര പറഞ്ഞത് എങ്ങനെയാണ്? മുത്തുനബി അവർക്ക് കൊടുത്ത വസിയ്യത്ത് എന്തായിരുന്നു? അല്ലാഹുവേ, പഠിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹുവിന്റെ ശഫാഅത്ത് തരണേ അല്ലാഹ്, അവിടുത്തെ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ, നാളെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങി കടന്നു പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നിങ്ങളുടെ നാവുകൾ നനച്ചോ, നിങ്ങളുടെ നാവുകൾ നനച്ചോ. ദിക്റുകൾ പറയുന്നതിലൊരു മടിയും വേണ്ട. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശ ലോകങ്ങൾ മുഴുവൻ കടന്ന് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കടന്നുപോയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകനായ യാത്രയിൽ കണ്ട ഒരു രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ ഏഴാം ആകാശത്തിൽ വെച്ചൊരു പ്രവാചകനെ കാണുകയാ. ഏഴാം ആകാശത്തിൽ വെച്ചൊരു പ്രവാചകനെ കാണുകയാ. ആരെയാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഏഴാം ആകാശത്തിൽ വെച്ച് മുത്തുനബി കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത മുത്തുനബിയോട്, നബിയേ, അങ്ങയുടെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കണം, അങ്ങയുടെ സമുദായം വലിയ മടിയുള്ളവരാണ്, ഇബാദത്തിൽ വലിയ അലസത കാണിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു വാചകം പറഞ്ഞു കൊടുത്തു. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നബിയേ, സ്വർഗത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. അല്ലാഹുവേ, ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ, അല്ലാഹുവിന്റെ സ്വർഗത്തില് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, റബ്ബിന്റെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് മോഹമുണ്ടോ? റസൂലുള്ളാഹി പറയുകയാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള ഒരു നിധിയാണ് നബിയേ, അർശിന്റെ താഴെയുള്ള ഒരു നിധിയാണ്, സ്വർഗത്തിൽ കൃഷി ഇറക്കാനുള്ള ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ഈ ദിക്ർ നിങ്ങൾ പറയണേ, ഇത് സ്വർഗ്ഗത്തിൽ അല്ലാഹുവേ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണ്, ഇത് സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ദിക്റാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോ ഏഴാം ആകാശത്തിൽ വെച്ച് മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബിയെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നമുക്കൊക്കെ പറഞ്ഞു തരാൻ, നമുക്കൊക്കെ പഠിപ്പിച്ചു തരാൻ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരു ദിക്ർ. ഇപ്പം ഇവിടെയല്ലേ നമ്മളൊക്കെ കൃഷി ചെയ്യണേ, നമുക്ക് സ്വർഗത്തിൽ കൃഷി ഇറക്കി നോക്കാം, അതാകുമ്പോൾ ലാഭമേ ഉള്ളൂ, നഷ്ടമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വല്ല പ്ലാനും ഉണ്ടോ? ഓ, മനസ്സില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് പവർ പറഞ്ഞാൽ ഞാൻ പിന്നെ ഒഴിവാക്കിയേക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്. ആ, അൽഹംദുലില്ലാഹ്. ആദ്യം ഇവിടെ വല്ലതും ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് നോക്കാം. അവിടെ പിന്നെ വളവും വേണ്ട, ഒന്നും വേണ്ട. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്തുള്ളൊരു നിധിയാണ് ദിക്ർ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.